നമസ്കാരം. ലോക കാർഷിക രംഗം പലവിധ പ്രതിസന്ധികൾ നേരിടാറുണ്ട്. വെള്ളപ്പൊക്കം, വരൾച്ച, കീടരോഗങ്ങൾ, വന്യമൃഗശല്യം, അങ്ങനെ പലതും. എന്നാൽ ഇപ്പോൾ നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാൻ നേരിടുന്നത് സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണ്. അവിടുത്തെ കൃഷിയെല്ലാം വെട്ടുക്കിളികൾ നശിപ്പിക്കുന്നു. അവരിപ്പോൾ ഇന്ത്യൻ സഹായം ആവശ്യപ്പെട്ടതിനാൽ ഇന്ത്യ മലാത്തിയോൺ എന്ന കീടനാശിനി അഫ്ഗാനിസ്ഥാന് കൊടുത്തു. എന്നിട്ടും സ്ഥിതിഗതികൾ ഗുരുതരമായി തുടരുന്നു. വെട്ടുക്കിളി ആക്രമണം എന്ന് കേൾക്കുമ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ അർത്ഥം വേറെയാണ്. എന്നാൽ ഇത് ശരിക്കുള്ള വെട്ടുക്കിളി ആക്രമണം തന്നെയാണ്. അക്രിഡേറ്റ കുടുംബത്തിൽപ്പെട്ട വലിയ പുൽച്ചാടി ഇനങ്ങളെയാണ് വെട്ടുക്കിളി എന്ന് വിളിക്കപ്പെടുന്നത്. അനുകൂല പരിതസ്ഥിതിയിൽ വളരെ പെട്ടെന്ന് വംശവർധന നടത്തുന്ന ഇവ പൂർണ്ണ വളർച്ചയെത്തുന്നതോടെ ആക്രമണ സ്വഭാവത്തോടെ ഒരുമിച്ച് വളരെ ദൂരം സഞ്ചരിച്ച് കാർഷിക വിളകൾ ഉൾപ്പെടെ സകല പച്ചപ്പുകളെയും തിന്നു നശിപ്പിക്കും. വെട്ടുക്കിളികൾ മനുഷ്യരെ ഉപദ്രവിക്കില്ല, പക്ഷേ രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷയെ വരെ തകിടം മറിക്കും. അതാണിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മുടെ ഒരു ജില്ലയുടെ അത്രയുമൊക്കെ വിസ്തീർണമുള്ള കൂട്ടങ്ങളായി പറക്കുന്ന ഇവയുടെ ഒരു കൂട്ടത്തിൽ 800 കോടിയിലധികം എണ്ണങ്ങളുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. 6000 ആനകൾ കഴിക്കുന്നത്ര ഭക്ഷണം ഒരു കൂട്ടം വെട്ടുക്കിളികളെ കൊണ്ട് ഒറ്റ ദിവസം അകത്താക്കാൻ കഴിയും. 35,000 ആളുകൾക്ക് പ്രതിദിനം കഴിക്കാനാവശ്യമായ ഭക്ഷണം ഒറ്റ ദിവസം കൊണ്ട് ഒരു കൂട്ടം വെട്ടുകളെ കൊണ്ട് ഇല്ലാതാക്കാനും കഴിയും. ഇവയെ നേരിടാൻ വിവിധതരം കീടനാശിനികളും പരമ്പരാഗത പുകക്കൽ രീതിയുമൊക്കെ കർഷകർക്ക് മുന്നിലുള്ളൂ. പണ്ടൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായിരുന്നു വെട്ടുക്കിളി ഭീഷണി. എന്നാൽ ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇവ ഭീഷണിയായി കഴിഞ്ഞു. 2020 ഇന്ത്യയിലും ചെറിയ തോതിൽ വെട്ടുക്കിളി ആക്രമണം ഉണ്ടായെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ സംയോജിതമായ ഇടപെടൽ മൂലം പെട്ടെന്ന് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാന് പുറമെ ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ മുതലായ രാജ്യങ്ങളും വെട്ടുക്കിളി ഭീഷണിയിലാണ്. ചുരുക്കത്തിൽ വെട്ടുക്കിളി ശല്യം നിയന്ത്രണാധീനമായില്ലെങ്കിൽ മധ്യേഷ്യയുടെ ഭക്ഷ്യ സുസ്ഥിരതയെപ്പോലും ബാധിക്കും. 15 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള വെട്ടുക്കിളികൾ ചില ഭൂപ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ട് നാശങ്ങൾ ഉണ്ടാക്കി തുടർന്ന് അപ്രത്യക്ഷമാകുന്നതിൻ്റെ കാരണം ഇതുവരെ മനുഷ്യർക്ക് കണ്ടെത്താനായിട്ടില്ല. അറേബ്യൻ നാടുകളിൽ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും ആളുകൾ ഇവയെ ഭക്ഷിക്കാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇപ്പോഴത്തെ വെട്ടുക്കിളി ഉയർച്ചയുടെ പ്രധാന ഘടകം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അറേബ്യൻ പെനിൻസുലയിലും പിന്നീട് കിഴക്കൻ ആഫ്രിക്കയിലും ആഞ്ഞടിച്ച നിരവധി അപൂർവ ചുഴലിക്കാറ്റുകൾ മൂലം അസാധാരണമായ ഈർപ്പമുള്ള കാലാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു. ഇത് അമിതമായ സസ്യവളർച്ചയ്ക്കും വെട്ടുക്കിളികളുടെ എണ്ണം പെരുകാനും കാരണമായി. ഇക്കഴിഞ്ഞ ശരത്കാലത്തിൽ കിഴക്കൻ ആഫ്രിക്കയിൽ ശരാശരിയേക്കാൾ 400 മില്ലിമീറ്ററിലോളം മഴ ലഭിച്ചത് വെട്ടുക്കിളികളെ ആ പ്രദേശത്ത് വളരെ വേഗത്തിൽ നീങ്ങാൻ പ്രാപ്തരാക്കി. അതോടൊപ്പം ഈ വെട്ടുക്കിളിക്കൂട്ടങ്ങൾ ഇറാനിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്കും ഉസ്ബെക്കിസ്ഥാനിലേക്കുമൊക്കെ വലിയ തോതിൽ നീങ്ങിത്തുടങ്ങി. സമുദ്രങ്ങൾ ഊഷ്മളവും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകളും അനുകൂലമായ പ്രജനന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ വെട്ടുക്കിളിക്കൂട്ടം കൂടുതൽ സാധാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ബൈബിൾ, ഖുറാൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ ഇവയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും വെട്ടുക്കിളികളിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ കീടനാശിനി മൂലം രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.